ഒരു അച്ഛനെ അടുത്തറിയണമെങ്കിൽ, പള്ളിയിലത്തെ അച്ഛനല്ല കേട്ടോ പറയുന്നത്, സ്വന്തം അച്ഛനെ അടുത്തറിയണമെങ്കിൽ നമ്മളും ഒരു അച്ഛനായി മാറണം. അച്ഛൻ്റെ സ്ഥാനത്ത് ഇരിക്കണം. ഒരച്ഛനെ അടുത്തറിയാൻ നമ്മൾ ഒരു അച്ഛനായി തീരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. എനിക്കിത് പറയാനുള്ളത് പ്രത്യേകിച്ച് ആൺമക്കളോടാണ്. കാരണം ഏറ്റവും കൂടുതൽ അച്ഛന്മാരെ കുറിച്ച് പരാതിയും പരിഭവവും ഒക്കെ ഉള്ളത് ആൺമക്കൾക്കായിരിക്കും. കാരണം അവരെന്ത് പറഞ്ഞാലും അച്ഛന്മാർ അങ്ങോട്ട് നിഷേധിക്കും, ശാസിക്കും, തല്ലിയിട്ടുണ്ടാവാം. പക്ഷെ അമ്മ അടുത്ത് പോകുമ്പോൾ അമ്മ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ഞാൻ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അമ്മ സ്നേഹത്തോടു കൂടിയിട്ട് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ സാധിച്ചു കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൺമക്കൾക്ക് അമ്മയോടൊരു ചായ്വ് കൂടുക സ്വാഭാവികമാണ്. അപ്പോൾ ചെറുപ്പകാലത്ത് ഭൂരിഭാഗം മക്കളോട് ചോദിച്ചാലും അച്ഛൻ നിഷേധിയാണ്. അച്ഛനോട് സ്നേഹയെ കാണില്ല. കാരണം അച്ഛൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ശാസനയും ഗൗരവവും പലതും ഉണ്ടാവും. ഒന്ന് സംസാരിക്കാൻ പോലും പേടിയാണ്. അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ മനസ്സിലാക്കുക, അച്ഛൻ നിങ്ങളെ പോലെ തന്നെ ആയിരുന്നു. ചിരിക്കാനും കളിക്കാനും എല്ലാം അറിയുന്ന ഒരാളായിരുന്നു അച്ഛനും. പക്ഷെ ആ അച്ഛന് ഒരു അച്ഛനായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരുപാട് ചുമതലാബോധങ്ങൾ, ഒരു കുടുംബം മുഴുവൻ ചുമലിലാണ്. ആ ചുമലിലുള്ള ആ ഭാരം നാൾക്ക് നാൾ കൂടി വരുന്നേ ഉള്ളൂ. ഒരു കാലഘട്ടത്തിൽ ആകെ ജീവിതത്തിൽ ആസ്വദിച്ചിട്ടുണ്ടാവുക ആ ചെറുപ്പകാലം, യൗവനകാലം വരെ. എന്ന് വിവാഹമൊക്കെ കഴിച്ച് ഒരു കുടുംബത്തിൻ്റെ ചുമതല അങ്ങോട്ട് ഏറ്റെടുത്തു, അന്നു മുതൽ അവസാന ശ്വാസം വരെയും പിന്നെ ആ ഭാരവും വലിച്ചു കൊണ്ടുപോകുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അച്ഛന്മാരുണ്ടാവുക. ആ ഭാരം ഇറക്കി വെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവർ പലപ്പോഴും ആഗ്രഹിക്കും. പക്ഷെ ഒരിക്കലും അവർക്കതിന് കഴിയില്ല. മരണം വരെയും കഴിയില്ല. ആകെ അവര്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അവരുടെ ആ യൗവനം ആ ഒരു സമയത്ത് കുറച്ചൊക്കെ ആസ്വദിച്ചിട്ടുണ്ടാവും. ഇതിന് അപവാദമായിട്ട് ചില അച്ഛന്മാരുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ബഹുഭൂരിപക്ഷവും ഇതുപോലെയാണ്. അപ്പൊ നമുക്ക് അച്ഛൻ എന്തുകൊണ്ട് നിഷേധിയായി, എന്തുകൊണ്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് വന്നിരിക്കണം. ഒരു വീട്ടിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ആ വീട്ടിൽ ഏറ്റവും കുറവ് ആവശ്യങ്ങളുള്ള ആള് അച്ഛനായിരിക്കും. ഒരു വസ്ത്രം എടുക്കാൻ പോകുമ്പോൾ അച്ഛനത് അധികം വേണ്ട. ആഹാരത്തിന് പോകുമ്പോൾ അച്ഛനത് അധികം വേണ്ട. അല്ലെങ്കിൽ ഒന്ന് ഒരുങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനധികം സമയവും വേണ്ട. കാരണം എവിടെ കട്ട് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ കട്ട് ചെയ്യും. കാരണം അവർക്ക് മാത്രമല്ലേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ളവരെ കൊണ്ട് നിർബന്ധിച്ച് കട്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഒരു കുടുംബത്തിന്റെ ചുമതല എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയാണ്. അവരുടെ സംരക്ഷണം, സുരക്ഷിതത്വം, സാമ്പത്തിക കാര്യം എല്ലാം ആ ചുമലുകളിലാണ്. അപ്പൊ അതുകൊണ്ടാണ്, അല്ലാതെ അച്ഛന്മാര് ഒരിക്കലും സ്നേഹമില്ലാത്തവര് അല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആ സ്ഥാനത്ത് എത്തണം. നിങ്ങൾ ആ സ്ഥാനത്ത് എത്തുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ആരാണ് ഈ അച്ഛൻ. ഈ അച്ഛൻ്റെ ഉള്ളിൽ എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് അച്ഛൻ നമ്മളോട് ഇങ്ങനെ പെരുമാറിയെന്ന്. ഒരിക്കലും അപ്പോൾ അതുകൊണ്ട് അച്ഛനെ വെറുക്കരുത്. നിങ്ങളത് മനസ്സിലാവുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ അച്ഛനെ സ്നേഹിക്കുന്നത്. ഞാനൊന്ന് എൻ്റെ അച്ഛനെ വളരെയധികം സ്നേഹിക്കുന്നു. എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും, അച്ഛനെയാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അച്ഛനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വളരെ ശരിയാണ്. കാരണം ഞാൻ ആ സ്ഥാനത്തിരിക്കുമ്പോൾ അച്ഛൻ ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു എൻ്റെ അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെട്ടിരുന്നു, എത്രമാത്രം. അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ആ സ്ഥാനത്ത് വന്നിരുന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത് മനസ്സിലാക്കുക, അച്ഛന്മാരെ വെറുക്കരുത്. അവർക്ക് പ്രായമാകുമ്പോൾ ചേർത്ത് പിടിക്കുക. കാരണം അവരൊരുപാട് കഷ്ടപ്പെട്ടവരാണ് നമുക്ക് വേണ്ടിയിട്ട്, ഒരുപാട്. ഇപ്പോഴും അവർ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. ചെറിയൊരു ഉദാഹരണം കൂടി പറയാം. എൻ്റെ അച്ഛൻ ലോട്ടറി എടുക്കും. അച്ഛന് 83 വയസ്സൊക്കെ ആയി. ഇപ്പോഴും ലോട്ടറി എടുക്കുമ്പോൾ എന്തിനാ ഇപ്പൊ ലോട്ടറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, എനിക്ക് എന്തിനാടാ അത്, ഇത് കിട്ടിയാൽ നിങ്ങൾക്ക് തന്നെയല്ലേ. ഇത്ര സത്യമാണ്.
ഈ അവസാന സമയവും ആലോചിക്കുന്നത് സ്വന്തം മക്കളെ കുറിച്ചിട്ടാണ്, സ്വന്തം കുടുംബത്തിനെ കുറിച്ചാണ്. അതാണ് അച്ഛന്മാര്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരിക്കലും അച്ഛന്മാരെ വെറുക്കരുത്, അവഗണിക്കരുത്. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് മാത്രം ചിന്തിക്കുക.